ഹലോ. ഇപ്പോൾ റാങ്കിങ് ഓർ അറേഞ്ച്മെന്റ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ നോക്കാം. അത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ഒരു ലിസ്റ്റിൽ, അതായത് ടോപ്പർ, അതായത് ബോട്ടം, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ നോക്കാം. രാം എന്ന് പറഞ്ഞ ആള് 16ാമത്തെ ആളാണ് ടോപ്പ് എന്ന്. റാങ്ക്ഡ് 16th ഫ്രം ടോപ്പ്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ടോപ്പിലുള്ള ഒരാളാണ്. അപ്പൊ ടോപ്പ്, ഈ ടോപ്പ് റാങ്കിൽ നിന്ന് 16ാമത്തെ ആളാണ് റാം. അപ്പൊ റാമിന് മുന്നേ എത്ര ആൾക്കാരുണ്ടാവും ഇതിന്റെ ഇടയിൽ? റാം എത്തുന്നതിന് മുന്നേ ഇത് എന്ന് പറയുന്നത് ടോട്ടല് 15 ആൾക്കാരുണ്ടാവും. 16ാമത്തെ ആളാണ് റാം. ഇനി അടുത്ത എന്താ പറയുന്നത്? 29 ഫ്രം ബോട്ടം. അപ്പോ 29ാമത്തെ. അപ്പൊ ബോട്ടം വേറെ നോക്കാം. ഇതാണ് ബോട്ടം, അതായത് ലാസ്റ്റ്, ജസ്റ്റ് പാസ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ഉള്ള ആളാണിത്. ബോട്ടത്തിൽ നിന്ന് 29ാമത്തെ ആളാണ്. അപ്പോ അയാള് 29ാമത്തെ ആളാണ് ബോട്ടത്തിൽ നിന്ന്. അപ്പോ ഇത് 29ാമത്തെ ആളാണെങ്കിൽ 29ാമത്തെ ആൾ എത്തുന്ന വരെ എത്ര ആള് വേണം? 28 ആള് വേണം. മനസ്സിലായല്ലോ? അതായത് ഇവിടെ 28 ആള് വേണം, ഇവിടെ 15 ആള് വേണം. ഇതൊന്ന് മിക്സ് ആയിട്ട് ഒരുപോലെ വരയ്ക്കാം. ക്ലിയർ? അതായത് ഇപ്പൊ വരച്ചത് ബോട്ടത്തിൽ നിന്ന്, ബോട്ടം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റാങ്കിൽ നിന്ന് രാം 29ാമത്തെ ആളാണ്. അപ്പൊ റാമിന്റെ അടുത്ത് എത്താൻ വേണ്ടി ബാക്കിയുള്ള എത്ര വേണം? 28 ആള് വേണം. റാം എന്ന് പറഞ്ഞ ഒരൊറ്റ ആളാണല്ലോ. അപ്പൊ ടോട്ടൽ ഈ ലൈനിൽ എത്ര ആളുണ്ട്? ഇത് ജയിച്ച ആൾക്കാരതാണ്, വിന്നേഴ്സ് ആണ്. അതായത് എക്സാം പാസ്സായ ആൾക്കാരാണ്. ഇത് പാസ്സായ ആൾക്കാരുടെ ലിസ്റ്റാണ്. ഇതാ, റാം റാങ്ക്ഡ് 16 ഫ്രം ദ ടോപ്പ് ആൻഡ് 29 ഫ്രം ദ ബോട്ടം എമംഗ് ദോസ് ഹു പാസ്ഡ് എക്സാം. ഇനി ഇതിലെന്താ പറയുന്നത്? 6 ആൾക്കാര് എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. 6 ബോയ്സ് ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ്. പിന്നെ 5 ആൾക്കാര്, 5 ബോയ്സ് ഫെയിൽഡ്, അതായത് എക്സാം ഫെയിലായി. എക്സാം ഫെയിൽഡ്. ഓക്കെ. ഇനി ഇത് പാസ്സായ ലിസ്റ്റിലാണ്. അപ്പൊ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയാണ് 35, 45, 55, 65. അപ്പൊ ഇത് പിക്ചറിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ആദ്യം. അപ്പൊ ടോട്ടൽ ഇതിൽ എത്ര ആളുണ്ട്? 15 ആൾ ഇവിടെ ഉണ്ട്. 16ാമത്തെ ആളാണ് ഇവിടെ. അപ്പൊ 15 ആൾക്കാർ പ്ലസ് ഇവിടെ എത്ര ആൾക്കാരുണ്ട്? റാം എത്തുന്നതിന് മുന്നേ 28. പിന്നെ റാം എന്ന് പറഞ്ഞ ഒരൊറ്റ ആളാണ്. അപ്പൊ റാമിന്റെ 1 എല്ലാം കൂടി കൂട്ടിയാല് 8 1 9, 9 5 14, ഒന്നുകൂടെ 44. ഇനി ഇവിടെ ഈ 44 കൂടി കൂട്ടുക, കാരണം ഇത് ഫെയിലായ, ഇത് പാസ്സായ ആൾക്കാരാണ് ടോട്ടല്. ടോട്ടല് കൂട്ടിക്കഴിഞ്ഞാല് 6 5 11, 11 4 15, 1 55. അപ്പൊ ടോട്ടല് ബോയ്സിന്റെ എണ്ണം 55 ആണ്. ഇനി ഇത് വേറെ രീതിയിൽ ചെയ്യാം. അതെങ്ങനെയാ വെച്ചാല്, ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാണെങ്കിൽ തന്നെ ചെയ്യാം. അതായത് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നത് 16 ആണല്ലോ. 16 പ്ലസ്, അതായത് ടോപ്പിൽ നിന്ന് 16, ബോട്ടത്തിൽ നിന്ന് 29. ഇനി ഇതിൽ നിന്ന് 1 കുറച്ചാലും നമുക്ക് 44 കിട്ടുക. പിന്നെ ബാക്കിയുള്ള ഈ 6ഉം ഈ 5ഉം, അതായത് ഫെയിൽ ആയതും ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരുടെ കൂടി കൂട്ടിക്കഴിഞ്ഞാല് ടോട്ടല് 55 തന്നെയാണ് കിട്ടുക. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയഗ്രാം വരച്ചിട്ടും ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് 5 സ്റ്റുഡൻസ്, അതായത് ടോട്ടൽ 5 സ്റ്റുഡൻസ് ഉണ്ട്. എം എന്ന് പറഞ്ഞാല് കെന്റെയും ടീനെക്കാട്ടും ഹെവിയർ ആണ്. എം ഈസ് ഹെവിയർ ദാൻ കെ ആൻഡ് ടി. അങ്ങനെ എഴുതാം. എം ഈസ് ഹെവിയർ ദാൻ
കെ ആൻഡ് ടി. അപ്പൊ കെ ആൻഡ് ടി കെ ടി എന്നിടാം. ഇനി അടുത്ത എന്താ പറയുന്നത്, ബി ഈസ് ലൈറ്റർ ദാൻ ടി ആൻഡ് പി. അപ്പൊ ടി പി ഇതിനേക്കാൾ ബി ലൈറ്റർ ആണ്. പിന്നെ പറയുന്നത് കെ ഈസ് നോട്ട് ലൈറ്റസ്റ്റ്. കെ എന്ന് പറഞ്ഞ ആള് ഏറ്റവും ചെറുതല്ല. അപ്പൊ കെ എന്ന് പറഞ്ഞാൽ ചെറുതല്ല അറിയുമ്പോൾ ബിന്റെ അപ്പുറത്തല്ല എന്നറിയാം. ഇനി ആരാണ് ലൈറ്റസ്റ്റ് എന്ന്. അപ്പൊ അത് ഒരുമിച്ച് ചെയ്താണെങ്കിൽ ഇങ്ങനെ ചെയ്താ. അപ്പൊ നോക്കുക, ഇങ്ങനെ വരും. അതായത് എമ്മിന്റെയും പിന്റെയും എങ്ങനെ അറിയില്ല. അത് കഴിഞ്ഞിട്ട് കെയും ടിയും എമ്മിനേക്കാളും ചുവടെയാണ്. അപ്പൊ എം കെ ടി ബി. ഇങ്ങനെ വരുമ്പോ ഏറ്റവും ലൈറ്റസ്റ്റ് ആണ് ചോദിച്ച്, ഏറ്റവും ഹെവിയസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എമ്മും ബി ആണോ സംശയമാണ്. പക്ഷെ ഏറ്റവും ലൈറ്റസ്റ്റ് ബി ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ്. ഇനി ഇത് തന്നെ വേണമെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡിലും ചെയ്യാം. അതെങ്ങനെയാ വെച്ചാല്, ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ നോക്കാം. ഇതാദ്യം കെ കൊടുക്കാം. കെ അപ്പൊ കെ അല്ല, ഏതാണ് എം കൊടുക്കും. ഇവിടെ എം ആണ്. എം ഈസ് ഹെവിയർ ദാൻ കെ ആൻഡ് ടി. അപ്പൊ കെയും ഇത് കെ, ഇത് ടി. നമുക്കിത് ഏതാണ് വലുതെന്ന് ഏതാണ് ചെറുതെന്ന് അറിയില്ല. അപ്പൊ ഈക്വൽ ആയിട്ട് വരച്ചു വെക്കുക. ഇനി അടുത്ത എന്താ പറഞ്ഞത്, ബി ഈസ് ലൈറ്റർ ദാൻ ടി ആൻഡ് പി. അപ്പൊ പി ഇവിടെ വരച്ചേക്കുക. ഇവിടെ ഏതാണ്, ബി ആണ്. ഇനി കെ നോട്ട് ലൈറ്റസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ കെ നോട്ട് ലൈറ്റസ്റ്റ് അറിയുമ്പോ ഇതിനി എന്തായാലും ഇതിനെക്കാട്ടും താഴെ ആവില്ല. അപ്പൊ ഇവിടെ ഒരു വരവായിരിക്കും. അപ്പൊ ഇതിനെക്കാട്ടും മുകളിലായിരിക്കും വരിക. അപ്പൊ ഇതിലുള്ള ടിയും പിയും എന്തായാലും ഇതിനെക്കാട്ടും മുകളിലായി വരിക. കാരണം ഇവിടെ പറയുന്നുണ്ട് ടി ആൻഡ് പി, ബി ഈസ് ലൈറ്റർ ദാൻ ടി ആൻഡ് പി. എം ഏറ്റവും വലുതാണെന്ന് അറിയാം. അപ്പൊ എം ഇതിനെക്കാട്ടും വലുതാണ്. അപ്പൊ ഏറ്റവും ലൈറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്. ഇത് വേണമെങ്കിൽ ഗ്രാഫിക്കലായിട്ട് വെർട്ടിക്കലായിട്ടും വരയ്ക്കാം. ഇതേ സെയിം മെത്തേഡാണ്. ലൈൻ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ആദ്യം എം ആണ് ഹെവിയർ എന്ന് പറയുന്നത്, എം. ഇനി അടുത്തത് രണ്ട് വരയ്ക്കുക. ഇത് കെയും ടിയും എമ്മിനെക്കാണ്ട് താഴെയാണെന്ന് പറയാം. അപ്പോൾ കെ ടി ഇത് ഫുള്ളാണ്. ഇത് ആരോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുകളിലാണ്. ഇനി ഇവിടെ നോക്കിയാൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതാ പി ഉണ്ട്. അപ്പൊ പി വരും. ബി ഈസ് ലൈറ്റർ ദാൻ ടി ആൻഡ് പി. അപ്പൊ ടി ഇവിടെ ഉണ്ട് ആദ്യം. അപ്പൊ ഇനി ബി വരയ്ക്കാം. ബി ലൈറ്റർ ആണ്. അപ്പൊ ഇത് ഡെഫിനേഷൻ തന്നെയുണ്ട്. കെ ഇതിനെക്കാട് മുകളിലാണ് ബി. ഇനി ഇതിന്റെ നമുക്ക് അറിയില്ല. ഇതിന്റെ നമുക്ക് കെ ഈസ് നോട്ട് ലൈറ്റസ്റ്റ് എന്ന് പറഞ്ഞില്ല. അപ്പൊ കെ ലൈറ്റസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഇതിനെക്കാട് മുകളിലായിരിക്കും കെ വരിക. ടിയും ബിയും ബിനെക്കാട്ടും വലുതാണ്. അപ്പൊ ടി വലുതാണ് ബി. ഇനി പി വലുതാണ് പിനെക്കാട്ടും വലുതാണ്, അല്ല സോറി ബിനെക്കാട്ടും വലുതാണ് പി. അപ്പൊ ഇങ്ങനെ കിട്ടി. എമ്മിന്റെ ചോടെയാണ് ടി വരിക, എമ്മിന്റെ ചോടെയാണ് കെ വരിക. ഈ പിന്റെ വാല്യൂ അറിയില്ല. പി ചിലപ്പോ ഇനി കൂടാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ് ഏറ്റവും ലൈറ്റസ്റ്റ്, അതാണ് ലൈറ്റസ്റ്റ്. അപ്പൊ ബി ആണ് ലൈറ്റസ്റ്റ്. അപ്പൊ ഓപ്ഷൻ സി. അത് ഗ്രാഫിക്കൽ മെത്തേഡിലും ചെയ്യാം, ഇനിയിപ്പോ ഇക്വേഷൻ ആയിട്ടുള്ള മെത്തേഡിലും ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പറഞ്ഞാല് ബോയ്സിന്റെ, അതായത് ലൈനിലുള്ളതാണ്. നേരത്തെ റാങ്കിങ്ങിന്റെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. റാങ്കിങ്ങിന്റെ എന്താ പറഞ്ഞേ, ഇൻ എ റോ ഓഫ് ബോയ്സ് സതീഷ് ഈസ് 15th ഫ്രം ലെഫ്റ്റ്. അപ്പോ 15th ഫ്രം ലെഫ്റ്റ് ആണ്, പ്ലസ് 7th ഫ്രം റൈറ്റ്. 7th ഫ്രം റൈറ്റ്. ഇനി ഈ ലൈനിൽ എത്ര ആൾക്കാരുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ നേരത്തെ പറഞ്ഞ എന്താ, നമ്മൾ തന്ന റാങ്കിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്ര വരിക, 15നോട് 7 കൂട്ടിയാൽ 22, 22നോട് 1 കുറച്ച് 21. അപ്പൊ ആൻസർ 21. അല്ലെങ്കിൽ ഡയഗ്രാം വരച്ചും ചെയ്യാം. ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ സതീഷ് ഇതാണെങ്കിൽ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അപ്പോ സതീഷിന്റെ ലെഫ്റ്റിൽ എത്ര ആൾക്കാരുണ്ട്, ഇത് സതീഷ് ഒരാളാണ് സതീഷ്. സതീഷിന്റെ ലെഫ്റ്റില് 14 ആൾക്കാരുണ്ട്.
എങ്കിലേ സതീഷ് 15ാമത്തെ ആളാവുള്ളൂ. അപ്പൊ സതീഷിന്റെ ലെഫ്റ്റിൽ 14 ആള്. ഇനി അടുത്ത എന്താ പറഞ്ഞത്, റൈറ്റിൽ 7. അപ്പോൾ 7 ആൾക്കാര് റൈറ്റിലുണ്ട്. അപ്പൊ ഇവിടെ എത്ര ആള് വരും, 6 ആള് വരും. 6 ആള് വന്നാലേ 7ാമത്തെ ആളായിട്ട് സതീഷ് വരുള്ളൂ. അപ്പൊ ടോട്ടൽ ഈ ലൈനിൽ എത്ര ആൾക്കാരുണ്ട്, 14 പ്ലസ് 6 പ്ലസ് 1. ഇതിലാകുമ്പോൾ മൈനസ് ചെയ്യണം, ഇതിലാകുമ്പോൾ പ്ലസ് ചെയ്യണം. ടോട്ടൽ പ്ലസ് വരും. 14 പ്ലസ് 6 20, 20 പ്ലസ് 1 21. അപ്പൊ ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണ് ഇങ്ങനെ ചെയ്യാം. ഇനി ടോട്ടൽ കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഡയഗ്രാം വരച്ചും ചെയ്യാം. ഇത് സിമ്പിൾ ആണ്. ഇത് ഒറ്റ ലൈനാണ് ചോദിച്ചത്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇനി 2 സ്റ്റുഡൻസിന്റെ നമ്പർ ഒക്കെ വെച്ചിട്ട്, അതായത് സതീഷിന്റെയും വേറൊരാളെ പേര് കൂടി വെച്ചിട്ട്, ഇനി അവർ തമ്മിലുള്ള കമ്പാരിസൺ വെച്ചിട്ട് അവരുടെ ഇടയിലുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് വരുമ്പോൾ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ തെറ്റാതെ ചെയ്യാൻ പറ്റും. 2 മെത്തേഡിലും ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ചെയ്യാൻ നോക്കുക. അതായത് ഇത് ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ക്ലാസ് സജ്ന റാങ്ക് 5th ഫ്രം ദ ടോപ്പ് ആൻഡ് 26 ഫ്രം ദ ബോട്ടം. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ? ഓപ്ഷൻ 25, 26, 30, 32. അപ്പോൾ ഈറ്റാത്ത ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഡയഗ്രാം വരച്ചും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. നമുക്ക് സാധാ ഇക്വേഷൻ വെച്ചും ചെയ്ത് നോക്കാം. അപ്പൊ എത്ര ആൾക്കാരാണുള്ളത്, 5th ഫ്രം ടോപ്പ് ആണ് പ്ലസ് 26th ഫ്രം ബോട്ടം. അപ്പൊ ഒരാൾ അധികം വരും, 2 എണ്ണത്തിനും കൂട്ടും. ഒന്ന് മൈനസ് ചെയ്യാം. അപ്പൊ ടോട്ടൽ എത്ര വരിക, 26നോട് 5 കൂട്ടിയാല് 31, 31നോട് 1 കുറച്ചാൽ 30. അപ്പൊ ഓപ്ഷൻ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 30. ഡയഗ്രാം വരച്ചും ചെയ്യാം. ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇത് സജിന ആണെങ്കിൽ സജിനന്റെ മുകളിൽ എത്ര ആളുണ്ട്, 4 ആള്. സജിനന്റെ താഴത്ത് 25 ആള്. സജിന എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോ 25 പ്ലസ് 1 26, 26 പ്ലസ് 4 30. അപ്പൊ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്, 30. അപ്പൊ ഇങ്ങനെ ചെയ്താലും മതി, ഇങ്ങനെ ചെയ്താലും മതി. അപ്പൊ ഏതാ നിങ്ങൾക്ക് സുഖം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കിയാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഡയഗ്രാമാറ്റിക്കലി ചെയ്യാനാണ് എളുപ്പം. അല്ലാതെ വരച്ചു കഴിഞ്ഞാൽ അത് കുറെ ടൈം എടുക്കും. സെപ്പറേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ലൈനിൽ ചെയ്യാം. അപ്പോൾ ആദ്യം ലൈന് പോലെ നോക്കുക. ഇനി ലൈനിൽ ഇത് റൈറ്റ് എൻഡ് എന്നാണല്ലോ തുടങ്ങുന്നത്. ഇൻ എ റോ ഓഫ് ഗേൾസ് പാറുൽ ഈസ് 10th ഫ്രം ദ റൈറ്റ് എൻഡ്. അപ്പൊ റൈറ്റ് എൻഡ് നിന്ന് 10ാമത്തെ ആളാണ് ആര്, പാറുൽ. പീന്നിട ഇതാരാണ്, 10th ആണ്. അപ്പൊ 10th മീനിന്റെ ഇടയിൽ എത്ര ആളുണ്ടാവും, 9 ആളുണ്ടാവും. അത് ഇപ്പൊ നോക്കണ്ട, ഇനി അടുത്തത് നോക്കാം. ആൻഡ് 4th ടു ദ ലെഫ്റ്റ് ഓഫ് സബിത. അപ്പൊ സബിതന്റെ ലെഫ്റ്റിലെ 4ാമത്തെ ആളാണ്. അപ്പൊ ഇതിന്റെ ലെഫ്റ്റിലേക്ക് പോയത് സബിതന്റെ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ സബിതന്റെ ലെഫ്റ്റ് പറയുമ്പോ പീന്റെ റൈറ്റ്, പാറുലിന്റെ റൈറ്റ് 4ാമത്തെ ആരാ, അപ്പൊ പാറുലിന്റെ റൈറ്റ് 1, റൈറ്റ് 2, പാറുലിന്റെ റൈറ്റ് 3, പാറുലിന്റെ റൈറ്റ് 4. അപ്പൊ ഇവിടെ ആരാണ് വരുന്നത്, സബിത. സബിത ആരാ, സബിതന്റെ 4ാമത്തെ ലെഫ്റ്റിലാണ് ആര് വരുന്നത്, പാറുൽ വരുന്നത്. അപ്പൊ 1ാമത്തെ ലെഫ്റ്റ്, 2ാമത്തെ ലെഫ്റ്റ്, 3ാമത്തെ ലെഫ്റ്റ്, 4ാമത്തെ ലെഫ്റ്റ്. അപ്പൊ 4th ലെഫ്റ്റ് ആയി. ഇനി അടുത്ത എന്താ പറഞ്ഞേ, ഹൂ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ടു വീണ. അപ്പൊ ഈ ഹൂ എന്ന് പറയുന്ന ആരെയാണ്, അത് ഈ സബിതേനെയാണ് പറയുന്നത്. അപ്പൊ സബിതന്റെ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ടു വീണ. അപ്പൊ സബിത എന്ന് പറഞ്ഞാൽ വീണയുടെ വീണയുടെ ലെഫ്റ്റ് ആണ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. ഇനി വീണ എന്ന് പറയുന്ന ആരാ, 11th ഫ്രം ദ ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ് എൻഡ് നിന്ന്, ഇത് ലെഫ്റ്റ് എൻഡ് ആണെങ്കിൽ 11th ആളാണ് വീണ. വീണേന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇത് 11th ആളാണ്, 11th. അപ്പോ വീണയ്ക്ക് തൊട്ട് മുന്നേ വരെ എത്ര ആളുണ്ടാവും, 10 ആളുണ്ടാവും. അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര ആളുണ്ട്, 1 2 3 4 5 ആളായി. ഇനി 5 ആളും കൂടി വേണം. 1 2 3 4
ഒരാൾ ഈ അറ്റത്ത് 5. അപ്പൊ എത്ര ആളായി? 1 2 3 4 5 6 7 8 9 10. 11ാമത്തെ ആള് വീണം. ഇനി പാറുവിന്റെ അപ്പുറത്തേക്ക് നോക്കാം. ഇവിടെ 10 ആള് വേണം, സോറി 9 ആള് വേണം. 10ാമത്തെ ആളാണ് പാറുൽ. അപ്പൊ 9 ആള് വേണമെന്ന് പറയുമ്പോ 1 2 3 4 5. ഇനി 4 ആളൂടി വേണം. 6 7 8 9. അപ്പൊ 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ ആളാണ് പാറുൽ. അപ്പൊ അത് ശരിയായി. ഇനി ടോട്ടൽ എത്ര ആളുണ്ട്? ഇത് വേണം മൈനസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലും മതി. ടോട്ടൽ എത്ര ആളുണ്ട് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പൊ ടോട്ടല് 15 ആളാണ് ഉള്ളത്. ഇത് വേണം ഇങ്ങനെ മൈനസ് ചെയ്തൊക്കെ ചെയ്യാം. മൈനസ് ചെയ്ത് ചെയ്യുമ്പോ ഇതൊന്ന് മൈനസ് ചെയ്യാം. അതായത് ഈ ഒരു സംഖ്യ മൈനസ് ചെയ്താൽ മതി. അപ്പോ വീണേന്റെ 11 ഉണ്ട്. അപ്പൊ ആ 11 കഴിഞ്ഞിട്ട് എത്ര ആളുണ്ട് നോക്കുക. അപ്പോ 1 2 3 4 5 ആളുണ്ട്. അപ്പൊ ഈ 5 ആള് മൈനസ് ചെയ്യുക. എത്രയെന്ന്? പ്ലസ്. ഇവിടെ ടോട്ടല് 10 ആളാണുള്ളത്. സോറി 10 ആളുണ്ടാവില്ല, 9 ആളാണുള്ളത്. അപ്പൊ 9 ആളിന് 5 ആൾ മൈനസ് ചെയ്യാം. അപ്പോ 11 പ്ലസ് 9 മൈനസ് 4 5 അറിയുമ്പോ 4. അപ്പോ 15. ഇത് ഡയഗ്രാമാറ്റിക്കൽ ചെയ്യുകയാണെങ്കിൽ സുഖമാണ്. ഇനി ഇക്വേഷൻ വെച്ചും ചെയ്യാം. ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിലും ഈ ഡയഗ്രാം വരയ്ക്കണം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ പറഞ്ഞാല് ഒരു സ്കൂളില് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ സ്റ്റാൻഡിങ് ആൾട്ടർനേറ്റീവ്ലി. അത് നോക്കണം, ആൾട്ടർനേറ്റീവ്ലി ആണ്. അതായത് ഒരു ഗേൾ നിന്നാല് അടുത്തൊരു ബോയ്, അടുത്തൊരു ഗേൾ, അടുത്തൊരു ബോയ്, ഇങ്ങനെയാണ് ലൈനിൽ നിൽക്കുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താ? ഇഫ് 12th ചൈൽഡ് ഫ്രം ലെഫ്റ്റ് എൻഡ് ഈസ് എ ഗേൾ. അതായത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 12ാമത്തെ കുട്ടി ഒരു ഗേൾ ആണെങ്കിൽ, അതുപോലെ തന്നെ പറഞ്ഞ എന്താ? ആൻഡ് ദാറ്റ് ഓഫ് തേർഡ് ചൈൽഡ് ഫ്രം റൈറ്റ് എൻഡ്. അപ്പൊ റൈറ്റ് എൻഡിൽ നിന്ന് 3ാമത്തെ കുട്ടി ആരാവണം? ബോയ്. ഓക്കെ. ദെൻ അറ്റ്ലീസ്റ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ട് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് എത്ര കുട്ടികൾ ഉണ്ടാവും. ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എത്ര ആള് വേണമാവാം. ഈ ഓപ്ഷനിലുള്ള നോക്കിയിട്ട് കാര്യമില്ല, എത്ര ആള് വേണമാവാം. അപ്പൊ ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ ഇതിൽ ഏതാണ് വരിക എന്ന് ചോദിച്ചു. അപ്പൊ നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ചെയ്യരുതാരും. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ നോക്കുക. അതായത് ഇതാണ് മാക്സിമം വരുന്ന മിസ്റ്റേക്ക്. ഇത് ലെഫ്റ്റ് ഉണ്ട്, ഇത് റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 12ഉം ഇവിടുന്ന് 3ഉം. അപ്പോ ഇത് ഗേൾ, ഇത് ബോയ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അറ്റ്ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല. അറ്റ്ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് 3ാമത്തെ ആളാണ്, അതായത് ഇവിടെ ഒരു ബോയ് ആണെങ്കിൽ മാത്രമേ 1 2 3 3ാമത്തെ ആള് ബോയ് ആവുള്ളൂ. അപ്പൊ ഇത് റൈറ്റ് എൻഡ്. അപ്പൊ റൈറ്റ് എൻഡില് ഒരു ബോയ് ആയിരിക്കും. ലെഫ്റ്റ് എൻഡിൽ ആരാ നോക്കാം. ആൾട്ടർനേറ്റീവ് നോക്കിയാൽ മതി. അപ്പോ 12ാമത്തെ ആള് ഗേൾ ആണെങ്കിൽ ഇത് 11ാമത്തെ ആള് 10 9 8 7 6 5 4 3 2 1. അപ്പോ അല്ലാതെ തന്നെ വേണം നോക്കാം. 12ാമത്തെ ആള് ഗേൾ ആണെങ്കിൽ 1ാമത്തെ ആളും ഗേൾ ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര ആള് ടോട്ടൽ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ വരെ 12 ആളുണ്ട്, അത് നമുക്കറിയാം. അപ്പൊ ഇതൊരാളും കൂടി കൂട്ടിയാല് 12 + 1 13 ആള് ടോട്ടൽ ഉണ്ടാവും. അപ്പൊ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക, 13. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് നോക്കണം. ഇത് ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നതേ പറഞ്ഞുള്ളൂ.
അപ്പോൾ ഈ ഓവർലാപ്പ് ചെയ്തിട്ട് നോക്കാം, ഈ ഒരു വാല്യൂ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ, എങ്കിലേ അറ്റ്ലീസ്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് തന്നെ ഏറ്റവും കുറഞ്ഞതാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പറഞ്ഞാൽ റേസിന്റെ ആണ്. ഇത് രണ്ട് രീതി ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഈ പൊസിഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇക്വേഷൻ വെച്ച് ചെയ്യാൻ ഇനീക്വാലിറ്റി ഇല്ലേ, അത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 5 ബോയ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഒരു റേസിൽ പങ്കെടുത്തു. രാജ് വാസ് അഹെഡ് ഓഫ് മോഹിത്. അപ്പൊ മോഹിതിന്റെ മുന്നിലാണ്, രാജ് വാസ് അഹെഡ് ഓഫ് മോഹിത് ബട്ട് ബിഹൈൻഡ് ഗൗരവ്. അപ്പൊ രാജ് എന്ന് പറഞ്ഞ ആള് മോഹിതിന്റെ മുന്നിലാണ്, മോഹിത്, ബട്ട് ബിഹൈൻഡ് ഗൗരവ്. അത് ഇങ്ങനെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ വരിക, ഇവിടെ രാജ് മോഹിതിനെക്കാട്ടും വലുതാണ്, പക്ഷെ ഗൗരവിനെക്കാട്ടും ചെറിയതാണ്. ഇനി അടുത്ത എന്താ പറയുന്നത്, ആശിഷ് വാസ് അഹെഡ് ഓഫ് സച്ചിത്. അപ്പോ ആശിഷ് വാസ് അഹെഡ് ഓഫ് സച്ചിത് ബട്ട് ബിഹൈൻഡ് മോഹിത്. അതായത് ഈ മോഹിത് കോമൺ ആണ് ഇതില്, അപ്പൊ അതുകൊണ്ട് ഒരുമിച്ച് ചെയ്ത അപ്പൊ എങ്ങനെയാ വരിക, ഗൗരവ് ജി ഇടാം, രാജ് മോഹിത്, അത് ഈ ഇക്വേഷനിൽ വരുന്നു. ഇനി അടുത്ത മോഹിതിന്റെ താഴത്തായിരിക്കും ആശിഷ് സച്ചിത്. അപ്പൊ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ടോട്ടൽ 5 ആളായി. ഇനി ഇവിടെ നോക്കാം, എന്താ പറഞ്ഞേ, ആശിഷ് എന്ന് പറഞ്ഞാൽ മോഹിതിനേക്കാൾ താഴെയാണ്. അപ്പം മോഹിതിന്റെ താഴെ ആശിഷ് വരും. ആശിഷിന്റെ അഹെഡ് ഓഫ് സച്ചിത്, അപ്പൊ സച്ചിതിനെക്കാളും വലുതായിരിക്കും. അപ്പൊ ഇതിൽ ആരാ ജയിച്ചെന്നാ ചോദിച്ച്, ഹു വോൺ ദ റേസ്. അപ്പൊ ഗൗരവാണ് ഇതിൽ ജയിച്ച്. ഇതിലും നോക്കാം, ഇതിലും നോക്കാം, ഇതിലും നോക്കിയാലും ഗൗരവാണ് ജയിച്ചത്. രണ്ട് മെത്തേഡിലും ചെയ്യാൻ പറ്റും. ഏതാ സിമ്പിൾ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പൂനെ എന്ന് പറഞ്ഞാല് ഈസ് ബിഗർ ദാൻ ഝാൻസി. അതായത് പൂനെ എന്ന് പറയുന്ന ആള് രണ്ടെണ്ണത്തിൽ ഇങ്ങനെ ചെയ്യാം. പൂനെ ഈസ് ബിഗർ ദാൻ ഝാൻസി. അടിയിൽ പൂനെ ഈസ് ബിഗർ ദാൻ ഝാൻസി. സീതാപൂർ ഈസ് ബിഗർ ദാൻ ചിറ്റൂർ. അത് വേറെ ആയിട്ട് ചെയ്താ. സീതാപൂർ ഈസ് ബിഗർ ദാൻ ചിറ്റൂർ. രാജ്ഗർ ഈസ് നോട്ട് ബിഗ് ആസ് ഝാൻസി. അപ്പൊ രാജ്ഗർ ഝാൻസിന്റെ അത്ര വലുതല്ല. അപ്പൊ താഴത്ത് ഇത് രാജ്ഗർ നോട്ട് ബിഗ് ആസ് ഝാൻസി ബട്ട് ബിഗർ ദാൻ സീതാപൂർ. സീതാപൂറിനെക്കാട്ടും വലുതാണ്. അപ്പൊ സീതാപൂർ വലുത്. സീതാപൂർ ചിറ്റൂർ. അപ്പോ ഹൂ ഈസ് സ്മോളസ്റ്റ് എന്ന് വെച്ച് അപ്പൊ ചിറ്റൂരാണ് സ്മോളസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് പി ഈസ് ഓൾഡർ ദാൻ ജെ. അപ്പൊ എങ്ങനെ വരുമ്പോ ഗ്രാഫിക്കൽ വെച്ച് ചെയ്യാം. പി ഈസ് ഓൾഡർ ദാൻ ജെ. പി ഈസ് ഓൾഡർ ദാൻ ജെ. ഇനി എന്താ പറഞ്ഞ എസ് ഈസ് ഓൾഡർ ദാൻ കെ. മാറ്റി ചെയ്ത എസ് ഈസ് ഓൾഡർ ദാൻ കെ. ആർ ഈസ് നോട്ട് ഓൾഡ് ആസ് എസ്. ആർ ഈസ് നോട്ട് ഓൾഡ് ആസ് എസ്. അപ്പൊ എസിന്റെ അത്ര ആറിന് ഇല്ല. അപ്പൊ ഇവിടെ വരയ്ക്കുക. പക്ഷെ എസിനെക്കാട്ടും താഴെ ആവണം. പക്ഷെ കെനെക്കാട്ടും മുകളിലാണ് താഴെയാണോ അറിയില്ല. അപ്പൊ ആറ് ഈസ് നോട്ട് ഓൾഡ് ആസ് എസ് ബട്ട് ഓൾഡർ ദാൻ ജെ. അപ്പൊ ജെനെക്കാട്ടും ഓൾഡർ ആണ്. അപ്പൊ ജെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം.
അപ്പൊ ജെ ഇവിടെ ഉണ്ട്. ജെനെക്കാട്ട് ഓൾഡർ തന്നെ 6. കെ ആറിന് കെന്റെ വാല്യൂ അറിയില്ല, കെ ഇതിന്റെ ഇടയിൽ വരും. അത് കഴിഞ്ഞാൽ എസ്. ഇതിൽ അവിടെ ഈ ചെറുത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തെന്താ പറഞ്ഞത്? കെ ഈസ് നോട്ട് ഓൾഡ് ആസ് ജെ. അപ്പൊ കെ എന്ന് പറഞ്ഞ ആള് ജെന്റെ അത്ര, അപ്പൊ കെനെ മാറ്റി ചെയ്തണ്ട, കെ അവിടെ തന്നെ നോട്ടെ. കെ ജെന്റെ അത്ര വലിപ്പമില്ല. അപ്പൊ കെന്റെ നീളം കുറച്ചാൽ മതി. ഹൂ ഈസ് യങ്ങസ്റ്റ്? അപ്പൊ ഇതിൽ നോക്കുക, ഇത് 6 അപ്പൊ ഹൂ ഈസ് യങ്ങസ്റ്റ് എന്ന് വെച്ചാൽ കെ ആണ് യങ്ങസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡയഗ്രാമാറ്റിക്കൽ ചെയ്യുന്നതാണ് എളുപ്പം. ഇനീക്വാലിറ്റി ഒഴിച്ച് വേണമെങ്കിൽ ചെയ്യാം. ടൈം ടേക്കിംഗ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ റോ ഓഫ് ചിൽഡ്രൻ ഫേസിംഗ് നോർത്ത്. അപ്പൊ നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഭരത് ഈസ് 11th ഫ്രം റൈറ്റ്. അപ്പൊ റൈറ്റ് നിന്ന് 11ാമത്തെ ആളാണ് ഭരത്. 11ാമത്തെ ആളാണ് ഭരത് റൈറ്റ് നിന്ന്. ആൻഡ് തേർഡ് ടു റൈറ്റ് ഓഫ് സമീർ. സമീറിന്റെ തേർഡ് ടു റൈറ്റ് ആണ്. അതായത് ഇതിനിടയിൽ എത്ര ആളുണ്ടാവും? 2 ആളുണ്ടാവും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ സമീറിന്റെ തേർഡ് ടു റൈറ്റ് ആണ് ഭരത്. ഹൂ ഈസ് 15th ഫ്രം ലെഫ്റ്റ് എൻഡ്. ഈ ഹൂ ഈസ് എന്ന് പറയുന്നത് സമീറിനെ പറ്റാണ്. ലാസ്റ്റ് പറഞ്ഞ സമീറിനായതുകൊണ്ട് സമീറിന്റെ ഹൂ ഈസ് 15th ഫ്രം ലെഫ്റ്റ് എൻഡ്. ഇയാള് 15ാമത്തെ ആളാണ് ലെഫ്റ്റ് എന്ന്. അപ്പൊ 15ാമത്തെ ആള് പറയുമ്പോൾ ഇവിടെ 14 ആൾക്കാരുണ്ടാവും. ഇത് 15ാമത്തെ ആള് ഒരാള്. അപ്പൊ ടോട്ടൽ എത്ര ആളുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ എത്ര ആളുണ്ട്? ഇവിടെ ടോട്ടല് 11. അപ്പൊ 11 പ്ലസ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ആൾക്കാർ, 2 പ്ലസ്, പിന്നെ ഇവിടെ നിന്ന് 14 ആൾക്കാർ, 14. ടോട്ടൽ എത്ര ആൾ വരും? 14, 4, 2, 6, 1, 7. എന്താ മിസ്സിംഗ് ഉണ്ടല്ലോ, നോക്കട്ടെ. ഇവിടെ 11 ആളുണ്ട്. 11ാമത്തെ ആളാണ് ഭരത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ. ഓ, നമ്മള് സമീറിനെ കൂട്ടിയില്ല. സമീറും കൂടി വരുമ്പോ 3 ആളുണ്ടാവും. 3, 3, 4, 7, 1, 8. അപ്പൊ 1, 2, 28. അപ്പോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങളുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഡയഗ്രാം വരച്ച് ചെയ്യാം, അല്ലെ ഇക്വേഷൻ വെച്ചും ചെയ്യാം. ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ റൈറ്റും ലെഫ്റ്റും മാറി പോകാതിരിക്കുക. അപ്പോൾ ഡയഗ്രാം വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റൂല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇത് കുറച്ച് ടൈം ടേക്കിംഗ് ആയതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് വീഡിയോ എന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു. എല്ലാവരും പഠിക്കുക.